ഈ കാണുന്നതാണ് ഗോപാൽ ലൊച്ച്. റബ്ബർ പൊല്ലിക്കുന്ന സേവ് കമ്പനി. പറ്റൂടി ഈ ഒരു ഭാഗത്തേക്ക് A1 കോൾഡ് കൊക്കോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്കൊരു മലയാളി കമ്പനി ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഗോയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൂറത്തിലാണ് കേട്ടോ. സൂറത്തിലത്തെ കാഴ്ചകളാണ് കഴിഞ്ഞ 2 വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ സൂറത്തിലത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. സൂറത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഫുഡ് ഐറ്റംസിന് ഫേമസ് ആണ്. ലൊച്ചോ എന്ന് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്യാനുണ്ട്, ഖൗസ എന്ന് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്യാനുണ്ട്, ആലുപൂരി ഉണ്ട്. ഇതൊക്കെ ഇവിടെ സൂറത്തിലത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യും ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഒരു കൊക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് ദൂരെ, അവിടെ പോയിട്ട് തിക്കായിട്ടുള്ള ഷേക്ക് ഉണ്ട്, അത് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള മാർക്കറ്റ് ചൗട്ട മാർക്കറ്റ്, അതുപോലെ തന്നെ ജനത മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ മാർക്കറ്റുകളുണ്ട്, ചോർ ബസാർ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യും, അതെല്ലാം നമ്മൾ കാണും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് പുറത്തേക്ക്. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ വീഡിയോ ആക്കാം. ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുന്നത് അപാരമാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക് ഒരു രക്ഷയില്ല, ഒന്നിനും ഹെൽമെറ്റും ഇല്ല, ഒരു വലിയ ബോധമൊന്നുമില്ല. ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ ആളുകളുടെ. പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിലും മറ്റേ ആ ഒരു കമ്പി എല്ലാവരും വെച്ചിട്ടുണ്ടാവും, പട്ടത്തിൻ്റെ നൂലൂരും കഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഇതാണ് അവസ്ഥ. ഒക്കെ റോങ് സൈഡായിരിക്കും, ഒക്കെ റോങ് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നോട്ടമൊന്നുമില്ല. ഓക്കെ, ഞാൻ ആ ഒരു ട്രാഫിക്കിൽ നിന്ന് പുറത്തെത്തി. ഇവർ ആ ഒരു ഗോപാൽ ലൊച്ച് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇവിടുത്തെ ലൊച്ചോ എന്ന് പറയുന്നത് സൂറത്തിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കടലയും ദാലും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗോപാൽ ലൊച്ച്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം, ഇവരുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ലൊച്ചോ ഒന്ന് ട്രൈ ചെയ്യാം. ഓയിൽ ലൊച്ചോ 40 രൂപയാണ് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ ലൊച്ചോ. ഈ ലൊച്ചോ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഗോയ്സ് ഞാൻ 2 സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു സേവ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, പിന്നെ ഒരു പച്ചൂടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. എന്താണെന്ന് നോക്കി കറന്നോട്ട് എന്താണെന്ന് ഞാൻ അഗെയിൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ സേവ് കമ്പനി, അതുപോലെ തന്നെ പച്ചൂടി എന്ന് പറഞ്ഞ സംഭവം. ഗോയ്സ് ഇതാണ് സേവ് കമ്പനി. നമ്മൾ അടിപൊളി സാധനം, പൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റൂടി കൊള്ളാം. ഭയങ്കര റബ്ബർ പൊല്ലിക്കുന്ന സാധനമാണ്, കണ്ടോ? കൂടിയിട്ട് തിന്നു കഴിഞ്ഞാൽ സെറ്റ്. സേവ് കമ്പനി ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. സുഹൃത്തുക്കൾ ചായ ഇട്ടു. എന്നിട്ട് ഞാനിതൊക്കെ തിന്ന് തീർത്ത് പുറത്തതിനാണ് കേട്ടോ. അപ്പോൾ ഗൂസ് ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ അവിടുന്ന് ലൊച്ചോ ട്രൈ ചെയ്തു, സേവ് കമ്പനി ട്രൈ ചെയ്തു, പിന്നെ പറ്റൂടി എന്ന് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്തു. 3ഉം എനിക്കിഷ്ടപ്പെട്ടു. സേവ് കമ്പനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ലൊച്ചോ അടിപൊളിയായിരുന്നു. ഓണർ ഉണ്ടായിരുന്നു അവിടെ, ഓണറാന്ന് തോന്നുന്നവർ. അപ്പോൾ ആ മാമിനോട് ഞാൻ പറഞ്ഞു ഫുഡ് നല്ലതാണ്, ഞാൻ കേരളത്തിൽ നിന്ന് വന്നാണ്, ഫസ്റ്റ് ടൈമാണ് അതൊക്കെ കഴിക്കുന്നത്, നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്. ചോർ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ ചൗട്ട മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ജനത മാർക്കറ്റ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നടക്കാവുന്ന സ്ഥലമാണ്. ഒരു 2-3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല, മുത്തിനെ അവിടെ ഡോർമെറ്ററിയോടെ വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മാർക്കറ്റ് ഏരിയ എത്തിയിട്ടാണ്. ഇവിടുത്തെ ചോർ ബസാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടുത്തെ ആ ഒരു ബസാറാണ്. അവർ നൂലിന് കളർ കൊടുക്കുന്നുണ്ടോ അവിടെ. ഇവിടെയൊക്കെ ആ ഒരു മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾ പട്ടം പറത്തുന്നുണ്ട്. ഈ പട്ടം കാരണമാണ് ഇവരൊക്കെ മറ്റേ ഫ്രണ്ടിൽ ആ കമ്പി വെച്ചേക്കണത്. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആ ഫ്രണ്ടിൽ കമ്പി വെച്ചേക്കുന്നുണ്ടല്ലേ, അത് ഇവിടുത്തെ ഈ പട്ടം പറത്തൽ കാരണമാണ്. ഇതെല്ലാം ഇറച്ചിക്കടകളുടെ ഏരിയ ആണ് കേട്ടോ. ഇത് മൊത്തം ഒരുപാട് ഇറച്ചിക്കടകളുണ്ട് ഇവിടെ. അങ്ങോട്ടേക്ക് കുറേ കടകളുണ്ട്. ഇത് നോക്കിക്കേ, കളർസാണ്. നല്ല ട്രാഫിക്കാണ് സുഹൃത്തുക്കളെ, ഭയങ്കര ട്രാഫിക്കാണ്. ഇതിവിടുത്തെ ഒരു പള്ളി എന്താണെന്ന് തോന്നുന്നുണ്ടോ? നല്ല വലിയ പള്ളിയാണല്ലോ. നമ്മളാ ഒരു ചൗത്ത മാർക്കറ്റിൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി പോകാനുണ്ട്. തിരക്ക് നോക്കിക്ക്, എന്തോ തിരക്ക് നോക്കി. ഇവിടെ റോഡ് ക്രോസ് ചെയ്യലൊരു വൻ ടാസ്ക്കാണ്. ഒന്നിനും വെളിയില്ല, വണ്ടി കൊണ്ട് ഇറക്കുന്നവന്മാരില്ലേ.
ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഛോട്ടാ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഈ ഒരു റോഡ് നേരെ പോകണം, നേരെ അറ്റം വരെ പോകാൻ പറ്റും, അറ്റം വരെ പോകാനുള്ളതുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങാണ് കേട്ടോ. കുറേ കടകളുണ്ട്. നമ്മളുടെ ഫുട്പാത്ത് ഉണ്ടല്ലോ, അവിടുത്തെ മേനക ബ്രോഡ്വേ ഒക്കെ പോലത്തെ കടകളാണ്. ഒരു ഡ്രസ് ഐറ്റംസും ഒക്കെ ഉണ്ട്. പിന്നെ ട്രാഫിക് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഈ വഴി ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് കുറേ ഷോപ്സ് ഉണ്ട്. നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം. ഒരു സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവരുടെ ഒക്കെ അയ്യോ ഇതെന്തത് മുടിയല്ലേ കാണുന്നത്? ഒന്നേക്കോട്ടെ, ഇത് വിക്കല്ലേ കാണുന്നത്? മറ്റേ സംഭവം ഈ ബണ്ണ് വെക്കുന്ന സാധനം. ഈ ഒരു ഗലി കയറിയിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. മറ്റേ ഫാൻസി ഐറ്റംസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു സൈഡിൽ കൂടെ കയറി ഇപ്പുറത്തെ സൈഡിലെത്തി. അതുകൊണ്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുള്ളൊരു സമയത്താണ് നമ്മൾ വന്നേക്കുന്നത്. അത്യാവശ്യം ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ റോഡ് നേരെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാർക്കറ്റിലെത്തും, ജനതാ മാർക്കറ്റിലെത്തും. ഇവിടെ ഫുള്ള് തുണികളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. മറ്റേടത്ത് ഇലക്ട്രോണിക് സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓൾറെഡി ഇതിനപ്പുറത്തെ റോഡ് ഓൾറെഡി കയറിയായിരുന്നു. അപ്പോൾ ആ ഒരു റോഡിൻ്റെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രീറ്റ് ഇഷ്ടപ്പെടും. അത്രത്തോളം ഷോപ്പിംഗ് ഓപ്ഷനുകളുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടുത്തെ ട്രാഫിക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. എൻ്റെ പൊന്നോ, തലയ്ക്ക് വെളി കിട്ടൂല. അങ്ങോട്ടേക്കൊക്കെ മാർക്കറ്റ് ഏരിയകളുണ്ട്. ആ ഒരു ജനതാ മാർക്കറ്റിൻ്റെ ഏരിയകളെത്തി. ഇവിടെ കുറേ മൊബൈൽ ഷോപ്പുകളാണ് മെയിനായിട്ടുള്ളത്. ഐഫോണൊക്കെ ഇരിക്കുന്നത് പാർക്കിംഗ് സ്പേസ് നോക്കിക്കേ. ഇവിടെ ഫുള്ള് മൊബൈൽ ഷോപ്പുകളാണ്. ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ മൊബൈൽ ഷോപ്പുകളാണ് കേട്ടോ. കുറേ ഷോപ്പുകളുണ്ട്. ഇത് ഇങ്ങോട്ടേക്കും അകത്തേക്കൊക്കെ ഉണ്ട്. അകത്തേക്ക് കയറി നോക്കാം. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. ദീര് കട നോക്കിക്കേ, പെർഫ്യൂംസിൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കുറേ നേരിട്ട് നടക്കാണ്. ഒരു 4-5 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കുടിക്കണം. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷോപ്പുണ്ട്, A1 കൊക്കോ എന്ന് പറഞ്ഞിട്ട്, A1 കോൾഡ് കൊക്കോ എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഇവിടെ ഷോപ്പുണ്ട്. നമുക്ക് അവിടെ കയറിയിട്ട് എന്തെങ്കിലും തണുത്തെന്തെങ്കിലും കുടിക്കാം. ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പ്, A1 കോൾഡ് കൊക്കോ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാം. തണുത്തെന്തെങ്കിലും ഉണ്ടാവും അവിടെ. കുടിക്കട്ടെ. നല്ല തിക്കാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള സംഭവമാണ്. ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. भाई आपका नाम क्या है? हमजा। और भाई? अशोक। इधर कितना ईयर हो गया इधर? 60 ईयर ये शॉप. 60 വർഷമായിട്ട് ഇവരുടെ ഈ കടയിലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 60 വർഷമായിട്ട് ഈ ഒരു കൊക്കോ, കോൾഡ് കൊക്കോ, A1 കോൾഡ് കൊക്കോ, ഇതും 60 വർഷമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ജനതാ മാർക്കറ്റിലേക്ക് കയറുന്നത് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കാണ് കണ്ടുപോയത്. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ഒരു കൊക്കോ കുടിച്ചപ്പോഴത്തേക്ക് നല്ല റീഫ്രഷിങ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പം. ഒന്ന് ഡൗൺ ആയി തുടങ്ങിയായിരുന്നു. കാരണം ഇത്രയും നടന്നിട്ടേ 4 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ചിലിങ് നടക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പം എന്നാലും ഇനി അടുത്തൊരു അരമണിക്കൂർ കൂടി ഞാൻ ഓടിക്കോളും. അപ്പോൾ ആ ഒരു ബിസി സ്ട്രീറ്റാണിത്. നമുക്ക് നോക്കിക്കേ, ഇപ്പോൾ ഒരുപാട് പഴയ ബിൽഡിങ്സാണ്. കുറേ പഴയ ബിൽഡിങ്സ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഫോർട്ട് ഏരിയകളൊക്കെ വരുന്നത് അവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറണം നമുക്ക്. ആ കാണുന്നത് സൂറത്ത് ഫോർട്ടാണ്. ഇത് ഗാന്ധി ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഗാന്ധി ബാഗ് ഒരു നൈറ്റ് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്, പാർക്കാണ്. ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഡച്ച് ഗാർഡനിൽ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു തബി റിവറാണ് കേട്ടോ താഴെ കാണുന്നത്. വെള്ളം കുറവാണ്. തബി റിവർ. ഞാൻ ഡച്ച് ഗാർഡനിൽ ഇറങ്ങുകയാണ്. ഇവിടെ ബസ് കാത്തിക്കാണ്. ഞാൻ നിന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡയറക്റ്റ് ബസ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഒരു സർക്കിളുണ്ട്. നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാകുമ്പം ബസ്സോ ഓട്ടോയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഓട്ടോയ്ക്ക് ആകുമ്പോൾ 15-20 രൂപയൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ.
നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ബസ്സിലാണ് കേട്ടോ. അതേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് ബസ് ഇല്ല, 2 ബസ് കയറണം. അപ്പോൾ ഇവിടെ ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് കിട്ടും. ഇവിടെ കുറേ ഷെയർ ടാക്സികളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട് ഷെയർ ടാക്സികൾ. ഇവർ കുത്തി നിറച്ച കൊണ്ടുപോകുന്ന, പക്ഷേ 10 പേരൊക്കെ ഉണ്ടാവും ഓട്ടോയ്ക്കകത്ത്. അതിൽ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും. ഇത് മേലെ ഫ്ലൈ ഓവർ ഉണ്ട്. ഇവിടെ എന്തോരം ഫ്ലൈ ഓവർ എന്ന് അറിയാം സുഹൃത്തുക്കളെ, ഇഷ്ടംമാതിരി ഫ്ലൈ ഓവർ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് കേട്ടോ സൂരത്ത് റെയിൽവേ സ്റ്റേഷൻ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ്, അതുണ്ടോ. അപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറിയിട്ട് നമ്മുടെ ഡോർമെറ്ററിയുടെ അവിടെ എത്തിയിട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്, 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഡോർമെറ്ററി അവിടെ എത്തിയിട്ടോ. അതിൻ്റെ മുകളിലാണ് എൻ്റെ ഡോർമെറ്ററി. ഞാൻ ഇവിടെയാണ് മുത്തിനെ പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ല ഇതുവരെ. ഞാൻ ഡോർമെറ്ററി എത്തി. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ആകെ അലമ്പായിട്ടാണ് വന്നിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. സമയം 11 മണി ആയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. എനിക്കൊരു മലയാളി കമ്പനി കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ സുഹൃത്തി വന്നിട്ട് ഞാൻ പരിചയപ്പെട്ട ഈ ഒരു ഡോർമെറ്ററി വെച്ച് പരിചയപ്പെട്ട ആദ്യത്തെ മലയാളിയാണ്. ബ്രോ പേരെങ്ങനെയാ? വിഷ്ണു എന്നാണ് പേര്. സ്ഥലം എവിടെയാ? ഇരിഞ്ഞാലക്കുടയാണ്. ഇപ്പൊ പഠിക്കുകയാണ്, വെബ് 3D പരിപാടികളൊക്കെ പഠിക്കുകയാണ്. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാൻ ഒരു മലയാളിനെ ഇവിടെ കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ ഞങ്ങളൊന്ന് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകളുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് പോയിട്ട് ഞാനൊരു വടാപ്പാവ് കഴിച്ചു. ഇങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വടാപ്പാവൊക്കെ കഴിച്ചു, ഒരു ചായയും കുടിച്ചു. നമുക്ക് തന്നെ നടന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ ഞങ്ങളിതേ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ഏതൊക്കെയോ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഉമിയതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഉമിയതം ഒരു ദേവീക്ഷേത്രമാണ്. നവരാത്രി ആഘോഷങ്ങളാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇടാനായിട്ട് അമ്പലം. അതൊരു ഫുൾ ലോക്ക്ഡാണ്. ഞങ്ങൾ നടക്കാറിറങ്ങിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളിതേ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് ഡോർമെറ്ററി എത്തി കേട്ടോ. സമയം ഇപ്പോൾ 1 മണി ആവാറായിട്ടുണ്ട്. ഞാനിവിടെ സൂറത്ത് വന്നിട്ട് നൈറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴാണ്. മറ്റേത് 11 മണിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കയറും. ഇന്നെന്തായാലും പുറത്തേക്കൊക്കെ ഫുൾ റൗണ്ട് അടിച്ച് ഞങ്ങളൊന്ന് ഒരു 1-2 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ച് വന്നു. അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പേരൊക്കെയാണ്. ഞാൻ നാളെ ഉച്ചയ്ക്ക് സൂറത്ത് വിടും. നാളെ രാവിലെ നമുക്ക് പോകാനായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു ടെമ്പിൾ പോകാനുണ്ട്, പിന്നെ 1-2 ഫുഡുകളൂടെ ട്രൈ ചെയ്യാനുണ്ട്. ഒരു ആലൂപ്പൂരി ട്രൈ ചെയ്യാനുണ്ട്. നമ്മൾ നാളെ രാവിലെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ പേരൊക്കെയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.